ആലപ്പുഴയിൽ ഗുരുതര ശാരീരിക വ്യതിയാനങ്ങളോട് ജനിച്ച നവജാത ശിശുവിന്റെ ചികിത്സയ്ക്ക് ഈടാക്കിയ പണം തിരികെ നൽകി. പരിശോധനകൾക്ക് ഈടാക്കിയ തുകയാണ് മടക്കി നൽകിയത്. ശ്വാസതടസ്സത്തെ തുടർന്ന് കുഞ്ഞിനെ ഐസിയുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ആരോഗ്യമന്ത്രി കൂടി ഇടപെട്ട വിഷയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് പരിശോധനകൾക്ക്, അതായത് വിവിധ പരിശോധനകൾക്കായി ആശുപത്രിയിലെത്തിയ കുഞ്ഞിന്റെ പിതാവിന്റെ പക്കൽ നിന്ന് ആശുപത്രി അധികൃതർ പണം ഈടാക്കിയത്. ഇത് വിവാദമായതിനെ തുടർന്ന് ഇന്ന് ആരോഗ്യമന്ത്രി പ്രതികരിക്കുകയും ഈ വിഷയത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തുകയെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ അവരിൽ നിന്ന് പല തവണയായി വാങ്ങിയിരിക്കുന്ന, വിവിധ പരിശോധനകൾക്കായി വാങ്ങിയിരിക്കുന്ന മുഴുവൻ തുകയും തിരികെ നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുഞ്ഞിന് ചില ശാരീരിക പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ശാരീരിക അസ്വസ്ഥതകളുടെ പുറത്ത് പ്രത്യേകിച്ച് ശ്വാസതടസ്സമടക്കമുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ കുഞ്ഞിനെ ഐസിയുയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോഴും ഈ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലേക്കുള്ള ചികിത്സയാണ് കുഞ്ഞിന് നൽകേണ്ടതെന്നോ ഏത് തരത്തിലുള്ള സഹായമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ വ്യക്തത കുറവിനെ ചൊല്ലി നേരത്തെയും പിതാവ് രംഗത്ത് വന്നിരുന്നു. അപ്പോഴും ഇതിന്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിലപാട്. പക്ഷേ ഇപ്പോഴും കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് ഏത് തരത്തിലേക്കാണ് ചികിത്സ പുരോഗമിക്കേണ്ടത്, ഏത് തരത്തിലായിരിക്കും ചികിത്സ ഉണ്ടാവുക, അതിന് എന്ത് തരത്തിലുള്ള സഹായമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഒരു ഉറപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു ഉറപ്പ് നൽകിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെ മുൻപിൽ സമരത്തിലേക്ക് നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പിതാവ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് കുഞ്ഞിനെ ഐസിയുയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശരി മനീഷ്.